എക്സിറ്റ് പോൾ കംപ്ലീറ്റ് ആയി. അടുത്ത ആഴ്ച സ്റ്റോക്ക് മാർക്കറ്റിന് വരാൻ സാധ്യതയുള്ള ചില മാറ്റങ്ങളെ കുറിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. 2019 ഏതാണ്ട് ഇലക്ഷൻ റിസൾട്ടിന് ഒരു 20 days മുമ്പ് മാർക്കറ്റ് ഒരു 1000 to 2000 പോയിന്റ് ക്രാഷ് ആയിരുന്നു. അതുപോലെ തന്നെ 2024 ഒരു 20 days മുമ്പ് ഇപ്പം ഈ കഴിഞ്ഞ ഒരു 2 to 3 weeks നമ്മൾ കാണുന്നുണ്ട് 2000 പോയിന്റ്സിലുള്ള കറക്ഷൻ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിലും ഏതാണ്ട് അതിന്റെ പകുതിയോളം കറക്ഷനാണ് വന്നിരിക്കുന്നത്. 2019 എക്സിറ്റ് പോളിന് ശേഷം മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഒരു 250 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ഓടുകൂടിയാണ്. അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ നിഫ്റ്റി 50 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള 50 കമ്പനീസിന്റെ സ്റ്റോക്കുകളാണ് നിഫ്റ്റി 50 ഉള്ളത്. അതിലിപ്പം റിലയൻസ് അല്ലെന്നുണ്ടെങ്കിൽ HDFC പോലെയുള്ള ഒരു ഇൻഫോസിസ്, HDFC പോലെയുള്ള ഒരുപാട് ലാർജ് ക്യാപ്പ് കമ്പനികളുടെ സ്റ്റോക്കാണ് നിഫ്റ്റി 50 ഉള്ളത്. അപ്പം നിഫ്റ്റി 50 സ്റ്റോക്കുകളുടെ ഗ്രോത്ത് ആണ് ആ ഒരു ഇൻഡെക്സിന്റെ ഗ്രോത്തിന്റെ ഒരു റീസൺ. അന്ന് ഒരു 2.9% ആണ് ഒറ്റ ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ, അതായത് ഏതാണ്ട് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് ഒരു 3 days മുമ്പ് തൊട്ട് നിഫ്റ്റിയിൽ ഒരു 2.9% ഓഫ് ഗ്രോത്ത് ആണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് 11,000 സംതിങ് ആയിരുന്നു 2019 നിഫ്റ്റി ട്രേഡ് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ അത് ഓഫ് കോഴ്സ് 22 to 23,000 ട്രേഡ് ചെയ്യുന്നത്. അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് മുമ്പ് വരെ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 50 rupees ആയിരുന്നു. ഈ 50 rupees ഒരു ലോട്ട് സൈസ് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ക്യാഷ് ആകില്ല. അപ്പം അന്ന് ഒരു ഇപ്പോൾ ഒരു 11,000 പോയിന്റ്സിൽ മേലെയാണ് അതിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അന്ന് അത് വാങ്ങിച്ച് ഹോൾഡ് ചെയ്തിരുന്ന ഒരാളിന് ഇന്നിപ്പോൾ ഒരു 5.5 ലക്ഷം രൂപയോളം ആയിരിക്കും പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ ഒരു 4 വർഷം കൊണ്ട്. അപ്പം അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി അന്ന് ട്രേഡ് ചെയ്തിരുന്നത് ഏതാണ്ട് 27,000 ഇന്നിപ്പം നിയർ ടു 50,000, 48,000, 49,000 ഇന്നിപ്പോൾ ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഏതാണ്ട് 20,000 പോയിന്റ്സ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ലോട്ട് സൈസ്. ഇപ്പോൾ 15 rupees ആണ്, 15 rupees ആണ് ഇപ്പോൾ ഒരു ലോട്ട് സൈസ് ഉള്ളത്. അപ്പം ഈ പ്രാവശ്യവും ഈ ഒരു നമ്മളുടെ എക്കണോമിക് സിസ്റ്റത്തിലെ വെച്ചിട്ട് നോക്കുകയാണെങ്കിലും ഈ ഒരു ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ വെച്ചാണെന്നുണ്ടെങ്കിലും NDA BJP ടുഗദർ ഒരു 360 സീറ്റ്സ് എങ്കിലും 360 to 400 നിയർ 400 സീറ്റ്സ് എങ്കിലും വിൻ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം അതിൻ്റെ ഒരു ഗ്രോത്ത് വരുന്ന ഒരു 1-2 ആഴ്ചയിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്യുന്നത് വളരെ ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ പറയും മാർക്കറ്റ് ഒരു ബബിൾ പോലെയാണ്, ഏത് സമയം വേണമെങ്കിലും ഒരു കറക്ഷൻ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ഹെൽത്തി കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പം ഏത് ടൈപ്പ് ഓഫ് ആളുകളാണ് ഈ ഒരു സമയത്ത്, നിങ്ങൾ ഇതുവരെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേം ഇൻവെസ്റ്റർ അല്ല, ഒരു ഷോർട്ട് ടേമിൽ, അതായത് ഒരു 1 month തൊട്ട് ഒരു 6 months വരെ മാത്രം ഹോൾഡ് ചെയ്യാനേ ആ ഒരു ചെറിയ ടൈമിൽ ഗ്രോത്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് അതിനോട് ശേഷം ആ ഒരു മാർക്കറ്റ് കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് മുമ്പ് തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്ത് മാറി നിൽക്കാം. അതിനുശേഷം ഓരോ സ്റ്റോക്സും, ഓരോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ അതൊരു 52 week ലോ വന്നതിന് ശേഷം അതിനുശേഷം ഒരു ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കത് വീണ്ടും പയ്യെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നോക്കേണ്ടത് ഈ ഒരു ഇലക്ഷൻ BJP തന്നെ, NDA ഗവൺമെന്റ് തന്നെ വിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് തുടർന്നുകൊണ്ടിരിക്കുന്ന അതേ ഗവൺമെന്റ് തന്നെ വിൻ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിൽ സ്റ്റോക്കുകൾ വാങ്ങിച്ചാലായിരിക്കും നമുക്ക് ലാഭം ഉണ്ടാകുന്നതെന്ന്. ഇപ്പം BJP അല്ലെങ്കിൽ ഏത് പാർട്ടി ആണെങ്കിലും മാർക്കറ്റിന് എപ്പോഴും വേണ്ടത് സ്റ്റെബിലിറ്റി ഉള്ളൊരു ഗവൺമെന്റ് ആണ്. അപ്പം ഈ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും റെയിൽവേ സെക്ടേഴ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ ടൈം കൊണ്ട് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റും വളരെ നല്ല സ്റ്റോക്സ് ആണ് IRFCയുടെ സ്റ്റോക്ക്. IRFC എന്താണ് അവരുടെ പ്രോഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൽവേക്ക് ഫിനാൻസ് ചെയ്യുന്ന കമ്പനിയാണ് അവരുടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 2,40,000 ആണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ്. അതുകൊണ്ട് തന്നെ വളരെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് IRFC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കാണ് RVNL. അവർക്ക് ഏതാണ്ട് 70,000 crores അവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ഉള്ളത്. അതിനകത്ത് വന്ദേ ഭാരത് ഉൾപ്പെടുന്നുണ്ട്, മെട്രോ ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാക്കുകൾ എക്സ്പാൻഡ് ചെയ്യുന്ന. അവരുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റലി
അത്യാവശ്യം, അതായത് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരു കമ്പനിയാണ് RVNL എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ. അപ്പം ഇന്ത്യ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് പുതിയ പ്രോജക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും തീർച്ചയായിട്ടും ഒരു ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നോക്കുകയാണെങ്കിൽ PSU സെക്ടേഴ്സ്. അപ്പം ഇപ്പം PSU ബാങ്ക്സ് ആണെന്നുണ്ടെങ്കിലും PSU സെക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ലോങ് ടേമിലോട്ട് വാങ്ങിച്ചിടാൻ പറ്റുന്ന സെക്ടേഴ്സ് ആണ്. പിന്നെ നോക്കാവുന്നതാണ് റിന്യൂവബിൾ എനർജി സ്റ്റോക്സ്, KPL ഗ്രീൻ എനർജി. പിന്നെ നോക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആംഡ് ഫോഴ്സ്. അത് ഞാൻ പറയാനുള്ള റീസൺ, ഭാരത് എക്സ്പോർട്ടിംഗിൽ, അതായത് ഒരു 50,000 crores എക്സ്പോർട്ടിംഗ് ആണ് നമ്മളുടെ രാജ്യം ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്, അങ്ങനെ അത് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. പിന്നെ അത് കൂടാതെ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം വ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് സിസ്റ്റവും GDP-യുമായിട്ട് വളരെ റിലേറ്റഡ് ആണ്. അപ്പം നമ്മുടെ ഇപ്പം GDP ഗ്രോത്ത് തീർച്ചയായിട്ടും ഉണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഇലക്ഷനിൽ BJP NDA ഗവൺമെന്റ് വിൻ ചെയ്തതിന് ശേഷം ഈ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെട്ടായിട്ടുള്ളത് FIAs. അവര് നല്ല രീതിയിൽ അവരുടെ ഒരു ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത്ര ക്രോസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് അവർ ഇന്ത്യയിലുള്ളത്. അപ്പം ഇപ്പം ഇന്ത്യയേക്കാൾ കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ള ഒരു മാർക്കറ്റായിട്ട് ഒരു ചൈനീസ് എക്കണോമിയിലോട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പോകുന്നുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിന് ഒരു ത്രെട്ട് തന്നെയാണ്. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏതെങ്കിലും വാറ്, അപ്പം അങ്ങനെ ഒരു ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും മാർക്കറ്റിന് ഒരു ത്രെട്ടാണ്. പിന്നെ ഒരു ഹെൽത്തി കറക്ഷൻ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും പറയും ഇപ്പം ഇവിടുന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട് വന്ന ക്യാഷോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യങ്ങൾക്ക് വെച്ചിരിക്കുന്ന ക്യാഷോ അല്ല നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ സമ്പാദ്യമായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ക്യാഷുകൾ നിങ്ങൾ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുക. അതിനുശേഷം ഒരു 10 CR ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു 1 CR ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളുടെ ടോട്ടൽ ആയിട്ട് അയാളുടെ വരുന്ന അസറ്റിന്റെ ഒരു 10% ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ല ഒരു ലോങ് ടേം ഗോളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ $4th trillion എക്കണോമിയാണ് നമ്മളിപ്പോൾ. അപ്പം വരുന്ന ഒരു 10 yearsൽ ഒരു 2035 കൂടി ഇന്ത്യ $10 trillion എക്കണോമി ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. അപ്പം അങ്ങനെ വളരെ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഒരു 10 lakhs ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളിപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 3 times ഗ്രോത്ത് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. Keep investing, keep growing.